കഴിഞ്ഞ ഹിജറയുടെ തുടക്കത്തിൽ മുഹറം 1 അന്ന് ആദ്യ രാവിലെ 113 ബിസ്മി എഴുതിയ ധാരാളം ആളുകൾ അവർക്കുണ്ടായ സന്തോഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ ഇർഷാദിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ബദരിയ മജ്ലിസിൻ്റെ ഗ്രൂപ്പുകളിലൂടെ പലരും ആ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അതിൽ വീട് ലഭിച്ചവരുണ്ട്, വാഹനം ഉദ്ദേശിച്ചിട്ടത് കിട്ടിയവരുണ്ട്, മക്കളെ ലഭിച്ചവരുണ്ട്. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് സന്തോഷം പറഞ്ഞവരുണ്ട്. അപ്പോൾ ഈ മുഹറത്തിൻ്റെ ആദ്യ രാവിൽ 113 ബിസ്മി നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളും ഐശ്വര്യവും ബറക്കത്തും നമ്മെ തേടിയെത്തും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമായ മുഹറത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്ന സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നാം ഉള്ളത്. ഈ രാവിലെ ഈ ദിവസത്തിൽ 113 പ്രാവശ്യം ബിസ്മി ഒരാൾ എഴുതുകയും അത് ചൊല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം നന്മകളും ഗുണങ്ങളും അവർക്ക് ലഭിക്കുന്നതായി അനുഭവത്തിലൂടെ നമുക്കൊക്കെ ധാരാളം അത്തരത്തിലുള്ള സംഭവങ്ങൾ പറയാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഴുതി അത് സൂക്ഷിച്ചു വച്ചിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് തന്നെ ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ മജ്ലിസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ടവരുമായി അതൊക്കെ ചർച്ച ചെയ്തു. ആ സന്തോഷം ഓർക്കുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു തന്ന അനുഗ്രഹമാണല്ലോ, ആ അനുഗ്രഹത്തിന് അള്ളാഹു നമ്മൾ ശുക്ർ ചെയ്യുക. ബിസ്മിക്ക് വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തിന് വലിയ മഹത്വമുണ്ട്, ധാരാളം പുണ്യമുണ്ട്. അത് എഴുതിക്കൊണ്ടാണ്, അത് ചൊല്ലിക്കൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ ആ കാര്യത്തിന് ബറക്കത്തുണ്ടാവും, അല്ലേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലി ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ ബറക്കത്തുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. ആ പുതിയൊരു വർഷത്തിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവാൻ, ബറക്കത്തുണ്ടാവാൻ ബിസ്മി നമ്മൾ നല്ല നീയത്തോടു കൂടി 113 പ്രാവശ്യം അത് എഴുതുകയും ആ ബിസ്മി നമ്മൾ ചൊല്ലുകയും ചെയ്താൽ നമുക്ക് മുഴുവൻ ഈ വർഷം നമുക്കും നമ്മുടെ വീട്ടുകാർക്കും കുടുംബങ്ങൾക്കൊക്കെ ഐശ്വര്യവും ബറക്കത്തുണ്ടാവാൻ കാരണമാകും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കഴിയുന്നവരൊക്കെ ഇത് എഴുതുക, കഴിയുന്നവരൊക്കെ ചെയ്യുക. നിർബന്ധമായ കാര്യമൊന്നുമല്ല, അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങളും ഫലങ്ങളും ലഭിക്കും. അള്ളാഹു നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നല്ല ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഇത് എഴുതുക. പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങളും ബറക്കത്തുകളും ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാം. അതുപോലെ നമ്മൾ എഴുതുന്നതിന് മുമ്പ് വുളു എടുത്തുകൊണ്ട് കിബിലയ്ക്ക് നേരെ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കിതിന് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാവും. അതുപോലെ എഴുതുന്ന സമയത്ത് വെള്ള പേപ്പറിൽ അത് നമ്മൾ ഓരോ അക്ഷരങ്ങൾ ഒറ്റ ഹർഫായിട്ട് എഴുതുന്നത് വലിയ മഹത്വമുണ്ട്. ആ എഴുതുന്ന രൂപം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ആ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫലം കിട്ടാൻ കാരണമാണ്. നമ്മൾ ബിസ്മി എഴുതുന്നതിൻ്റെ രൂപം ഒന്ന് കാണിച്ചു തരാം. ഈ രൂപത്തിൽ എഴുതിയാൽ നമുക്ക് കൂടുതൽ ഫലവും ഗുണമൊക്കെ ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എഴുതിയ ശേഷം നമ്മൾ ചെല്ലുക. നമ്മൾ എഴുതി കാണിക്കാം. ചെറുതായിട്ട് എഴുതിയാൽ മതി, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിപ്പോൾ ഇങ്ങനെ എഴുതുന്നുള്ളൂ. നമ്മൾ ചെറുതായിട്ട് എഴുതിയാൽ മതി.
ഈ രൂപത്തിൽ നമ്മൾ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? പേപ്പറിൽ എഴുതുമ്പോൾ ഉളവോടുകൂടി കിബിലയ്ക്ക് തിരിഞ്ഞിരുന്ന് വെള്ള പേപ്പറിൽ എഴുതുന്നതാണ് നല്ലത്. കറുത്ത മഷി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉഷാറായി. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നീല മഷിയിലാണ് എഴുതുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. നമ്മൾ ഈ രൂപത്തിൽ ബിസ്മി എഴുതി എന്നിട്ട് നമ്മുടെ പേഴ്സിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചാൽ അതുകൊണ്ട് വലിയ ബറക്കത്തും ഐശ്വര്യം ഉണ്ടാകും. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയതാണ്. നമ്മൾ എഴുതിയത് എല്ലാവരും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്കത് അറിയാനും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരാം. ഈ രൂപത്തിൽ കഴിഞ്ഞ വർഷം എഴുതിയതാണ്. മനസ്സിലായില്ലേ? ഈ രൂപത്തിൽ എഴുതി നമ്മൾ സൂക്ഷിച്ച് ഇതിൽ വെക്കുമ്പോൾ നമുക്ക് വലിയ ഐശ്വര്യവും ബറക്കത്തൊക്കെ അല്ലാഹു തആല തരാൻ കാരണമാവും. ചില ആളുകൾ അപ്പോൾ എനിക്ക് എഴുതാൻ ഇപ്പോൾ പറ്റാത്ത സാഹചര്യം എന്നൊക്കെ പറയുന്നവരുണ്ട്. അല്ലാഹുവിൻ്റെ ദിക്ർ എന്ന് കരുതി നമ്മളത് എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ, ആ രൂപത്തിൽ എഴുതാം. അങ്ങനെ നമ്മൾ 113 പ്രാവശ്യം എഴുതിയിട്ട് 113 പ്രാവശ്യം ഈ ബിസ്മി നമ്മൾ ചെല്ലുകയും ചെയ്യുമ്പോൾ വലിയ ബറക്കത്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞ വർഷം വെച്ചിട്ട് ധാരാളം അനുഗ്രഹങ്ങളും ബറക്കത്തും അള്ളാഹു കൊടുത്തു എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തമായ ഒരു ആയത്ത്, എല്ലാ കാര്യങ്ങളുടെയും തുടക്കത്തിൽ നമ്മൾ നല്ല കാര്യങ്ങളുടെയൊക്കെ തുടക്കത്തിൽ ചെല്ലേണ്ട ഈ ആയത്ത് നമ്മൾ ഓതുമ്പോൾ അതിൻ്റേതായ വലിയ ഐശ്വര്യവും ബറക്കത്തും അള്ളാഹു തരും. ഫറോവയുടെ വാതിലിൽ തന്നെ ബിസ്മി എഴുതി വച്ചിട്ട് കുറേ കാലം അയാൾക്ക് പ്രയാസമോ രോഗമോ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എന്ന് ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ നാമത്തിനും ഇത്രയും വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് വിശ്വാസമുള്ളവർ, സാധിക്കുന്നവർ, താല്പര്യമുള്ളവർ ഇത് എഴുതി വച്ചു കഴിഞ്ഞാൽ ഇതിൽ ഫലം ഉണ്ടാവും. പരീക്ഷിക്കാൻ വേണ്ടി ആരും എഴുതണ്ട. അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങളും ബറക്കത്തും കിട്ടണമെന്ന പ്രതീക്ഷയിൽ വേണം എഴുതാൻ. ഇങ്ങനെ എഴുതുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് എഴുതി കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ മഹത്വമുണ്ട്, കുറച്ചും കൂടെ നല്ലതാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് തരുമാറാവട്ടെ, ഐശ്വര്യം തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കാക്കുമാറാവട്ടെ. വലിയ അപകടങ്ങൾ, ദുരന്തങ്ങൾ, പെടുമരണങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങളും അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും വരാതിരിക്കാൻ ഈ രൂപത്തിൽ എഴുതുക. ഇനി ഒരാൾക്ക് എഴുതാൻ പറ്റുന്നില്ല, കൈക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്ത മറ്റേതൊരു സാഹചര്യത്തിൽ പെട്ടു, 113 പ്രാവശ്യം ആ ബിസ്മി റബ്ബെ എനിക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, സാഹചര്യം ഒന്നും നടന്നില്ല, ഞാനത് ചെല്ലുകയാണ് എന്ന് കരുതി ഒരു 113 പ്രാവശ്യം ആ ബിസ്മി ചെല്ലിയാൽ ഈ പറഞ്ഞ ഗുണങ്ങളും കാവലുകളൊക്കെ തരാൻ കഴിവുള്ളവനാണല്ലോ പടച്ചവൻ. അള്ളാഹു നമുക്ക് വലിയ കാവൽ നമ്മുടെ ജീവിതത്തിൽ തരുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ എഴുതുന്ന സമയത്ത് സംസാരം ഒഴിവാക്കുക, കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് എഴുതുക. അഥവാ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒളു എല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പോയി ഒളുവൊക്കെ എടുത്തു വന്ന് അത് എഴുതി പൂർത്തിയാക്കിയാൽ മതി. അള്ളാഹു വലിയ ബറക്കത്ത് തരുമാറാവട്ടെ. നല്ലൊരു പ്രതീക്ഷയോടുകൂടി ഖൈറ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ തരും. പരിശുദ്ധ ഖുർആനിന് വലിയ മഹത്വം ഉണ്ടല്ലോ, ബിസ്മിക്ക് വലിയ പുണ്യമുണ്ടല്ലോ. ആ പുണ്യവും അനുഗ്രഹമൊക്കെ നമുക്ക് ലഭിക്കണമെന്ന് മനസ്സിൽ കരുതിയാണ് എഴുതേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒറ്റ അക്ഷരമായിട്ട് എഴുതുക. അതുപോലെ വള്ളി പുള്ളികളും ഹർഫുകളൊന്നും ഇടാതെ നമ്മൾ എഴുതിയതും ആ രൂപത്തിൽ തന്നെ എല്ലാവരും എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ എഴുതുമ്പോൾ
സംശയം വരാതിരിക്കാൻ വേണമെങ്കിൽ നമ്പരൊക്കെ ഇട്ട് എഴുതാം. അത് ആവശ്യമില്ല, അതങ്ങനെ നമ്പർ ഇടണ്ടെന്ന് പറഞ്ഞവരുമുണ്ട്. ഈ രൂപത്തിലൊക്കെ നമ്മൾ എഴുതുമ്പം ഇതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും. അപ്പോൾ കഴിഞ്ഞ വർഷം എഴുതിയ പേപ്പർ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷം എഴുതിയ പേപ്പർ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ പൈസ ഇടുന്ന പെട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അലമാരയിലോ അത് നല്ല അർഹിക്കുന്ന ആദരവോടും ബഹുമാനത്തോടു കൂടിയും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ സൂക്ഷിച്ച് വെക്കുക. എൻ്റെ അടുത്ത് തന്നെ കുറേ വർഷങ്ങളായി എഴുതിയതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ അതിന് പല രൂപങ്ങൾ പറയാറുണ്ടല്ലോ. അത് കത്തിച്ച് അതിൻ്റെ ചാരം ഒഴുക്കുള്ള വെള്ളത്തിൽ വിടാൻ പറയാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് അത് എന്ത് ചെയ്യാം, അത് എഴുതി വച്ചിട്ടുള്ളത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ആ രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യാം. അള്ളാഹു ഈ എഴുതുന്ന ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് വലിയ ബഹുമാനവും വലിയ ആദരവും വലിയ ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് എഴുതി സൂക്ഷിച്ച ആളുകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളൊന്ന് പങ്കുവച്ചാൽ, കമൻറ്റ് ബോക്സിലൂടെയോ അല്ലാതെയോ പങ്കുവച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതാനും അവർക്ക് കുറച്ചും കൂടെ പ്രതീക്ഷയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ഇതൊക്കെ ചെയ്യാനൊരു പ്രചോദനമാവുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ഹൈറിന് കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് കമൻറ്റ് ചെയ്യുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് തരുമാറാവട്ടെ. വലിയ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും കഴിഞ്ഞ മുഹറം മാസത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല, ഖബറിലാണ്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും തരുമാറാവട്ടെ. കഴിഞ്ഞ ദുൽഹിജ്ജ 29 കഴിഞ്ഞു. ആ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. ഇനി വരുന്ന ഒരു വർഷം കൂടുതൽ നന്മകൾക്കും സുഹൃതങ്ങൾക്കും അള്ളാഹു കാരണമാക്കി തരുമാറാവട്ടെ. ധാരാളം പ്രവാചകന്മാരെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു രക്ഷിച്ച മഹത്തായൊരു സമയത്തിലും മാസത്തിലൂടെയൊക്കെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഈ മഹത്തായ ദിവസങ്ങളുടെയും ദിക്റുകളുടെയും ദുആകളുടെയും അതുപോലെ നമ്മൾ ബിസ്മി ചെല്ലിയതിൻ്റെയും ബിസ്മി എഴുതിയതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ ഹൈറും ബറക്കത്തും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഈ വരുന്ന ഒരു വർഷം അത് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ പര്യാപ്തമായ നല്ല ദിവസങ്ങളും സമയങ്ങളുമായി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.